കണക്കിന് ആൾക്കാർ ഞങ്ങൾ ധനവാൻ ഇതൊക്കെ പറയും. അപ്പൊ അടുത്ത സഭക്കാർ പറഞ്ഞത് മലയാളികളുടെ ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളെ പോലെ പ്രഗത്ഭന്മാര്. ഒരാൾ എന്നോട് പറഞ്ഞു, കൺവെൻഷൻ പ്രസംഗകരില്ല ഇതിനകത്തില്ലയോ കിടക്കുന്നേ, ഏതിനകത്താന്ന് എന്നോട് ചോദിക്കരുത്, എന്നോട് പറഞ്ഞതാ. ഞാൻ സമ്പന്നൻ, ധനവാൻ, വലിയ ഹാളും ഒക്കെ പണിതു, കൺവെൻഷൻ അവിടെ ഇതൊക്കെ നല്ലത്, ആവശ്യമാണ്, ഉമ്മായിരുന്നങ്ങ് ചീർക്കുക. പക്ഷെ കർത്താവ് അക്കനിയാലയ്ക്കൊത്തുള്ള കണ്ണുള്ള കർത്താവ് നോക്കിയാൻ പറയാ, നിന്നെ പോലൊരു ദരിദ്രവാസി, ഇതുപോലെ ഗതികേട് പിടിച്ചൊരുത്തൻ, അരിഷ്ടൻ. ഹോശിയ പ്രവചനത്തിൽ എബ്രഹീമും അങ്ങനെ തന്നെ പറഞ്ഞേ, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവ് അക്കുനിയാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാ. നമ്മളെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുക, വീടായി, വണ്ടിയായി, ചുറ്റുപാടായി, പരുവക്കേട് മാറി, ആ കാക്കക്കേടെല്ലാം മാറി, പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ഇഷ്ടം പോലെ കാശുണ്ട്, വസ്തുവുണ്ട്, വീടുണ്ട്, നല്ല വീട്, ചുറ്റുപാട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു, ഇപ്പം എല്ലാം ഉണ്ട്, നല്ല ഹോളുമൊക്കെ ഉണ്ട്, AC ഒക്കെയാണ്, എല്ലാം ഉണ്ട്. ഫണ്ടിൽ കാശും കിടപ്പുണ്ട് മിക്ക സഭയ്ക്കും, ഇഷ്ടം പോലെ ഉണ്ട്, കൊടുക്കുകയെന്നേ ഉള്ളൂ, ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഞാൻ സമ്പന്നൻ, ധനവാൻ, പക്ഷേ ആത്മീക ദാരിദ്ര്യം, ഇതാ ദൈവം നോക്കുന്നത്. അത് പാടില്ല. ഓടിച്ചു പറയാ, ഇങ്ങനെ കർത്താവ് നന്നായിട്ട് ഇവരെ ഒന്ന് വിവേചിച്ചു. ഇനി പ്രബോധനമുണ്ട്. പ്രബോധനം 18-ാം വാക്യം വായിച്ചോ. 18 പ്രബോധനം. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങി. ദൈവം പ്രബോധനം തരികയാ. ദൈവം പറയുകയാ, നീ ഇത് ചോദിച്ചു വാങ്ങി നിന്റെ ആത്മിക ദാരിദ്ര്യം മാറ്റി ഇന്ന് രാത്രി രക്ഷപ്പെടണം. ഞാൻ ഓടിച്ചങ്ങ് നിർത്താ. എന്നിട്ട് പറയുക, ജയിക്കുന്നവൻ എന്തിനെയൊക്കെ ജയിക്കണം. ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്നാന്നറിയാമോ? ഒന്ന്, ജയിച്ചവന്റെ കൂടെ നിൽക്കണം. ആരാ ജയിച്ചവൻ? നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനെ ജയിച്ചു? എല്ലാറ്റിനെയും ജയിച്ചു. അതിന്റെയോ 5-ാമത്തെ ആയത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ജയിച്ച കാര്യം പരാമർശിക്കുന്നു. 5-5 വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ഓടിച്ചു വായിച്ചോ, കരയേണ്ട, യൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകലയുണ്ടോ ഇവിടെ വന്ന് ജയിച്ച് നിന്ന്, പക്ഷെ ഒടുവിൽ മരണത്തിന്റെ തണുത്ത കരമെന്ന് തപ്പിയപ്പോൾ മരണത്തിന് അടിയറവ് പറഞ്ഞ് മരണത്തിന് കീഴ്പ്പെട്ട് മരണത്തോടു കൂടി പരാജയം ഏറ്റുവാങ്ങി മണ്ണോട് മണ്ണായപ്പോൾ മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് മാത്രമാണ് ജയാളി. ജയിക്കാനുള്ള മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കണം. ഓടിച്ചവസാനിപ്പിക്കുക. ദൈവത്തിന്റെ മഹത്വം. ബാക്കി ഭാഗം നമുക്ക് ആണ്ട് ലിഥിമാമ യോഗം നടത്തുമ്പോഴോ നമ്മുടെ എവിയുടെ അവിടുത്തെ യോഗത്തിനോ ഒക്കെ അന്നെ നടത്തിപ്പോണ്ടേ പറയുക. കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്തുക. എന്തിനെയൊക്കെ ജയിക്കണം? 7 സഭകളിൽ കൂടി ഒന്ന് കയറി ഇറങ്ങിയാൽ ജയിക്കേണ്ട കാര്യം പറഞ്ഞങ്ങ് വിടാം, വിസ്തരിക്കാൻ നേരമില്ല. എന്തിനെയൊക്കെ ജയിക്കണം? ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കള്ള അപ്പോസ്തലന്മാരെ ജയിക്കണം. 2-ാം അധ്യായത്തിന്റെ 2-3 വായിച്ചേ. 2-ാം അധ്യായം 2-3. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച്. കള്ള അപ്പോസ്തലന്മാരെ ജയിക്കണം കേട്ടോ. അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാ. എന്തിന്? ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച 12 പേരെ തെരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളുടെ കൈവച്ച് സൗഖ്യം വരുത്തുവാൻ, ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ അവിടുന്ന് അപ്പോസ്തലന്മാരെ അയച്ചു. അതാ അപ്പോസ്തലൻ. എന്താ അപ്പോസ്തലന്റെ ലക്ഷണം? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വെളിപ്പെടുന്നില്ലയോ? അപ്പോസ്തലൻ ആരാ? ഉപദേശ വിഷയത്തിൽ അറിവുണ്ടായിരിക്കണം. അല്ല, ഉപദേശം ചോദിക്കുമ്പോൾ യേശുവിന്റെ രക്തം ചോദിച്ചു വരുന്ന പോരുകളെ പത്രോസ് പറഞ്ഞ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും അവന്റെ കൊങ്ങായിക്ക് പിടിക്കണമെന്നാണോ? പത്തനാപുരത്തെങ്ങാണ്ട് ഒരു യോഗം നടത്തുമ്പോൾ ഉപദേശപ്പശു പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ അങ്ങനെ അല്ലല്ലോ ഉപദേശം, തെളിയിക്കാൻ വരാൻ പറഞ്ഞു. സ്റ്റേജിന്റെ പുറകിൽ കൊണ്ടുവച്ച് ചോദിച്ചു, ഇത്രയും തെളിവ് മതിയോ? അവൻ പറഞ്ഞു, അത് മതി, ഇനിയും തെളിവ് വേണ്ടെന്ന്. ഇപ്പോഴത്തെ അപ്പോസ്തലന്മാരല്ല അങ്ങനെ തെളിയിക്കുന്നത്. അവന്റെ അടിനാവി നോക്കി ഇനി ആയുസിൽ സംശയമായിട്ട് പുള്ളി ചോദിച്ചു, ഇനിയും തെളിവ് വേണം. വേണ്ട, ഇത്രയും തെളിവ് മതിയെന്ന്.
അതാണോ അപ്പോസ്തലൻ? ഉപദേശപരമായ വിഷയത്തിൽ തെളിച്ചു കൊടുക്കണം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. നിങ്ങൾ വിശ്വാസികളാണോ? അയ്യോ, പിന്നെ ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ട പിന്നെ പഴയ കാലം പണ്ട് ചെറിയ കളത്തി പാപ്പിച്ചാന്റെ കാലത്ത് പ്രധാനമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇറങ്ങിയതാ ഒന്നേ പോത്തച്ഛൻ. പഴയ ആൾക്കാർക്കറിയാം അന്ന് ഇറങ്ങിയതാന്ന്. ആയിക്കോട്ടെ, അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉണ്ടെന്ന് പോലും നിങ്ങൾ തമ്പേറെ തല്ലി പൊട്ടിക്കുന്നേ. അത് ഞങ്ങൾ കുമ്പനാട്ടി തൊണ്ണം മേടിച്ച് കമത്തിട്ട് അങ്ങ് അട്ടിക്കുക, തീ കത്തിക്കുക, ഈ തള്ള കത്തുകയില്ല ഇങ്ങേരൊട്ടിനിയും. ഉടനെ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതാ? തെളിയിച്ചു, ഉപദേശം തെളിയിച്ചു, വചനം പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു. എല്ലാവരും കൂടെ പുരുഷന്മാർ 12 പേര് എന്ന് പറഞ്ഞാൽ പെശകൊള്ളെടുത്ത് എന്ന് ഉപദേശങ്ങൾ പറഞ്ഞ് സ്ഥാപിച്ച് തെളിയിച്ചു. അതാ അപ്പോസ്തലൻ. അല്ലാതെ ചുമ്മാ അയക്കുന്ന പെണ്ണുങ്ങളെ തള്ളിയിടുകയും പ്ലാസ്റ്റിക് കൊടുത്ത് മേരി ഛർദ്ദിച്ചോളൂ. പണ്ടൊരാളുണ്ട്, എണ്ണ പ്രാർത്ഥിച്ചു കുടിച്ചു, പെണ്ണുങ്ങളെല്ലാം നിന്ന് നടുവിന് കൈ കൊടുത്ത് ഛർദ്ദി. എണ്ണ എന്നാ പിന്നെ ഓക്കാനം വരാതിരിക്കുമോ? എവിടാന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ നോക്കുമ്പോൾ തള്ള 10 കുടം കുപ്പിയായിട്ടാ അത് ഉള്ളി പ്രാർത്ഥിച്ച് വാ വിളിക്കുക, തള്ള അതിന് അങ്ങോട്ട് വിടുതൽ നടക്കുകയാണ്. എണ്ണ എല്ലാം കൂടെ ചെന്ന് എണ്ണയാന്നേ സഹിക്കാം, ഓയില് തള്ള ഇതെല്ലാം കൂടെ അകത്തോട്ട് ചെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക. അവിടെ ഒരു കുഞ്ഞമ്മാമ ഉണ്ടായിരുന്നു, 2 കഴിയുമ്പോൾ പുള്ളി അകത്ത് ഇരുന്ന് പറഞ്ഞ അഴിയട്ടെന്ന്. അതാണ് അപ്പോസ്തലൻ. ഉപദേശപരമായ വിഷയത്തിൽ തിട്ടമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. ഇനിയുണ്ട് അപ്പോസ്തലിക ശുശ്രൂഷ, തെളിവ് എല്ലാം വിവരിക്കുന്നില്ല. ആദിമസഭയെ പ്രശ്നം പെണ്ണുങ്ങൾ തമ്മിലാ. യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും കൊമ്പ. ദിനംപ്രതികളുടെ ശുശ്രൂഷയിലെ എൻ്റെ മേശമേലുള്ള ശുശ്രൂഷ എന്നാ. മേശയിൽ നിന്ന് 2 ആശയമാണെന്നാ. ഒന്ന് ധനപരം, 2 ഭക്ഷണം. നമുക്ക് ഭക്ഷണം എടുക്കാതാന്നല്ലോ കുറച്ചുകൂടെ സന്തോഷം. കാശിന്റെ കാര്യം പറയുമ്പല്ലേ സങ്കടം. വിളമ്പുന്ന വിഷയത്തിലെ വേറെ കൃത്യം. പള്ളിവീട്ടിലെ കൊച്ചമ്മയ്ക്ക് നടുനുറുക്ക്, ചരിയുറമ്പിലെ മേരിക്ക് വാല്. മേരി വാലേ നുള്ളി വെച്ച് നടുനുറുക്ക് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഇത് ദിനംപ്രതിയുള്ള ശുശ്രൂഷ, ഒന്നാന്നേ സഹിക്കാം. അപ്പൊ അത് പ്രശ്നമായിട്ട് എൻ്റെ ഭാഷയാ. പെണ്ണുങ്ങളെല്ലാം കൂടെ അടിയന്തര കമ്മിറ്റി കൂടി ഒരു ബില്ലുമൊക്കെ പാസ്സാക്കി പത്രോച്ചെടുക്കൊന്ന് പീറ്ററച്ച സഹിച്ചു മടുത്തു. ഇനിയിപ്പം ഒക്കത്തില്ല. അതുകൊണ്ട് എന്നാ ഇനിയിപ്പം ആരും വിളമ്പണ്ട, അച്ചായൻ അങ്ങ് വിളമ്പിയാൽ മതി. എന്നാ തവി ഇങ്ങോട്ട് താന്നല്ല പറഞ്ഞ്. ദൈവവചനം ഉപേക്ഷിച്ച് മേശമേ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തെരഞ്ഞെടുക്കട്ടെ, അവര് മേശമേൽ ശുശ്രൂഷിക്കട്ടെ. നിർത്തരുത്. അടുത്ത വാക്ക്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. ഇത് അപ്പോസ്തലിക ശുശ്രൂഷ. പക്ഷേ സഭയുടെ ഒടുവിലെ കാലമായപ്പോ കള്ളയപ്പോസ്തലന്മാർ ഒത്തിരി വന്നു. അപ്പോൾ ദൈവമക്കൾ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിയണം, അവരെ ജയിക്കണം. നിന്നെ കൊണ്ട് കുരുക്കരുത്. ഇപ്പൊ നമ്മുടെ കൺവെൻഷൻ ആണെങ്കിലും ഉപദേശിക്കുള്ളവരെ അല്ലല്ലോ വിളിക്കുന്നത്, ആണോ? അല്ല. നമുക്ക് അങ്ങനെയല്ലോ ആള് കൂടണം, ഒരോളം. ഉപദേശ ഐക്യമുള്ളവരെ അല്ലല്ലോ വിളിക്കുന്നത്. ഇതിനൊരു ഉപദേശ ഐക്യമുണ്ട്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, 5 ദിവസത്തെ യോഗം 5 ഉപദേശക്കാരെയാ വിളിച്ചേക്കുന്നത്. ഒന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു വീഴുന്നതുകൊണ്ട് കുഴപ്പമില്ല, 2 തള്ള വീണു. 2-ാം ദിവസം വന്ന് പുള്ളി പറഞ്ഞു വീഴുകയോ വീഴാതിരിക്കോ അത് അവനവന്റെ ഇഷ്ടം. അപ്പൊ ഒരാൾ ആടി നിൽക്കുക. മൂന്നാം ദിവസം വന്ന വീഴുന്നതുകൊണ്ട് കുഴപ്പമില്ല, കണ്ടമാന ഉരുളരുതെന്ന്. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ചുണയുണ്ട് എന്നെ ഒന്ന് വീഴിക്കാൻ. 5-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇതൊന്നും ശരിയല്ല. 5 ദിവസവും യോഗത്തിന് വന്നവർ ആകെ പ്രശ്നവുമായി.
ഏതാ ശരി? ഉപദേശ ഐക്യമില്ലേ വരുന്ന കുഴപ്പമാണ്. ഒന്നുകൂടെ പറയാം. 1-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ആഭരണം വിടുന്നത് കൊണ്ട് തെറ്റില്ല. 2-ാം ദിവസം വന്ന് പുള്ളി പറഞ്ഞു കണ്ടമാന വിടരുത്. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഞാനും എൻ്റെ വൈഫും ഇടുന്നില്ല, പിന്നെ നിങ്ങൾക്ക് വേണേ. സങ്കടപ്പെട്ടിരിക്കും. ഉപദേശി ഐക്യം വേണം. കള്ളയപ്പോസ്തലന്മാരാരാന്ന് കണ്ടുപിടിച്ച് അവരെ ജയിക്കണം. അതാ കള്ളയപ്പോസ്തലന്മാരെ. ആമേൻ, സ്തോത്രം. 2 എല്ലാം വായിക്കാൻ നേരം ഒരു കാര്യം ഇവിടെ പറഞ്ഞങ്ങ് നിർത്താം. ബാക്കി പിന്നത്തേതിലൂടെ വരുമ്പോ പറയാ. 2 ബിലയാമിന്റെ ഉപദേശക്കാരെ ജയിക്കണം. 2:14 വായിച്ചോ. 2:14 എങ്കിലും നിന്നെ കുറിച്ചൊരു കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന കുറെ പേര് അവിടെ ഉണ്ട്. ദൈവസഭ ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരെ ജയിക്കണം. ഇപ്പൊ ഒത്തിരി പേര് ഇങ്ങനെയുള്ള ഉപദേശക്കാര് സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. എന്തും ചെയ്യാ, എന്തും പ്രവർത്തിക്കാം. സൺഡേ ഇവിടെ വന്ന് 28 കണ്ടിനും പോകാം, മാമോദിസായ്ക്ക് പോകാം, ആണ്ടിയാത്തത്തിന് പോകാം, അടിയന്തരത്തിനും പോകാം, നെയ്യപ്പവും കഴിക്കാം, ഉണ്ണിയപ്പവും കഴിക്കാം, എല്ലാം കൂടാ, എല്ലാം കഴിക്കാം. വാട്ടീസ് അടിക്കാം, 2 പോകാം, കൂടുതൽ പോകാം. മൂക്കിക്കൂടെ വിടരുത്, വായിക്കൂടെ ആന്നേ കുഴപ്പമില്ല. 2 സ്ഥലത്തൂടെയും കൂടെ അടിച്ച് ഓടക്കകത്ത് കിടക്കരുത്. അടിച്ചാലും ഒരു കൺട്രോൾ വേണം ബേബി. ദാസന്മാരെ കാണുമ്പം ഉണ്ട്. എന്താണെന്നാലും കൊള്ളാം. സൺഡേ ഇവിടെ സൺഡേ വരികയും ചെയ്യണം. സ്വോത്ര കാഴ്ച ബിലയാമിന്റെ ഉപദേശം. അന്യജാതിന്ന് കല്യാണം കഴിക്കുന്ന കുഴപ്പമില്ലെന്ന് ഇടർച്ച വെച്ച് കൊടുക്കുക. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. കർക്കശമായ ഉപദേശം പറയണം. പൗലോസ് പറഞ്ഞ ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണമെന്ന 21 ലേഖനം തന്നത്. 21 ലേഖനം ഉപദേശമാണ്. പുറത്ത് സുവിശേഷം, അകത്ത് വന്നു കഴിയുമ്പോൾ ഉപദേശം കൊടുക്കണം. ഉപദേശിപ്പാൻ സമർത്ഥരായിരിക്കണം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പത്യവചനവും വ്യക്തിത്വ ഉപദേശമാണ്. ഇത് പറയണം. അതിന് സഭയിൽ കാജുള്ളച്ചാനോ കാജില്ലാത്ത അമ്മാമയോ അവൻ കളറുള്ള ഇതൊന്നും വിഷയമല്ല. നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും യോജിച്ചാലും യോജിച്ചില്ലെങ്കിൽ ഇതിന്റെ ഉപദേശം ഇതാണെന്ന് പറഞ്ഞിരിക്കണം. അച്ചായൻ മണങ്ങുവോ അമ്മാമ മണങ്ങുവോ, കാശുള്ള അച്ചായൻ കാശില്ലാത്ത അച്ചായൻ അല്ലെങ്കിൽ സഭയെ സഹായി, അതൊന്നും നമ്മുടെ വിഷയമല്ല. പഴമക്കാരൊരു പഴഞ്ചൊല്ല് പറയും, എടാ കാത് കുത്തിയവൻ പോയാ കടുക്കനിട്ടവൻ വരും. നീ പ്രമാണത്തിന് വേണ്ടി നിൽക്ക. ലേവിയെ പറ്റി കൊടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ലേവിയെ പറ്റി പഠിക്കുന്നത് അവൻ എന്റെ വചനം കാത്തെന്ന, അവൻ എന്റെ പ്രമാണം കാത്തു. ഇന്ന് ആ വാക്യം ഒന്ന് വായിച്ചങ്ങ് നിർത്തിയ കാര്യം ഒക്കുവോളൂ. വായിച്ച മോള് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട് വായിച്ച് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ഗോത്ര സമുച്ചയങ്ങളെ സംബന്ധിച്ച് ആത്മാവിൽ പഠിക്കുന്നതിന് മുന്നേ ദൂത് പറയുമ്പോൾ ലേവിയെ പറ്റി പറഞ്ഞ ഭാഗം 33-ന്റെ 8 മുതൽ വായിച്ചവൻ കുറിച്ച് അവന് പറഞ്ഞത്, നിന്റെ തുമ്മീമോ നിന്റെ തുമ്മീമോ ഊറിയും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസകിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലെന്തെങ്കിലും പോടുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് വാളെടുത്ത്. പുറപ്പാട് 32-ൽ ഇവൻ വാളെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പനാന്നോ അമ്മയാന്നോ ഉപ്പാപ്പനാന്നോ എന്നൊന്നും നോക്കിയില്ല. നീ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അപ്പനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ഉപ്പാപ്പന കൊച്ചപ്പനൊന്നും നോക്കരുത്. അവൻ അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. സഹോദരന്മാരെ ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കുന്നല്ല. ഉപദേശം പറഞ്ഞപ്പോൾ ചേട്ടനാന്നോ അനിയനാന്നോ കസിനാന്നോ ഇതൊന്നും വിഷയമല്ല. അങ്ങനെ ആയിരിക്കണം. അടുത്ത വാക്യമായിരുന്നു, സ്വന്തം മക്കളെന്ന് ഓർത്തത്. പിള്ളേരെ ഓർത്തില്ല. പിള്ളേരെ എന്റെ പിള്ളേർക്ക് എന്തും ചെയ്യാം, മറ്റവന്റെ പിള്ളേർ ചെയ്താൽ അടിയന്തര കമ്മിറ്റി.
എന്റെ മോന് 5 കെട്ടാം, മറ്റവന്റെ മോൻ 2 കെട്ടുമ്പോൾ എന്റെ 5 കെട്ട് ചേച്ചി ഞാൻ പിന്നെ നിൽക്കുക, ഇനി നിന്നെ കെട്ടിക്കുക, അവനാന്നെ കെട്ടാൻ തന്നെ നിൽക്കുക. സഭയിലൊരു സാധുവായ സഹോദരിയുടെ പെണ്ണ് ഒരു മിടികിടുകോ അല്ലെ ഇറക്കം കുറഞ്ഞതോ കിട്ടാൽ അന്നത്തെ സങ്കീർത്തനം അവിടെ നെഞ്ചത്താ. ഉപദേശിയുടെ മോള് പറയുന്നില്ല, ഒന്നുമല്ല, നിന്റെ താന്നേലും കൊള്ളാം, എന്റെ താന്നേലും കൊള്ളാം. ദൈവവചനം പറയുമ്പോ ഉപദേശം പറയുമ്പോ തീർത്ത് പറയണം. പിന്നെ ചിലക്ക് പറഞ്ഞേച്ച് വീട്ടിൽ ചെല്ലാനൊക്കെ അതില് പെമ്പളയും കൊച്ചുങ്ങളും ക്ലിത്തായിക്ക് പിടിക്കാം. അങ്ങനെ ക്ലിത്തായിക്ക് പിടിക്കുന്ന പേടിയുള്ളവൻ ഈ വേലയ്ക്ക് ഇറങ്ങരുത്. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ഞാൻ മകനെ ശുശ്രൂഷിക്കാൻ വന്ന ഇടമല നോക്കുകയല്ല. ഭാര്യ, കൊച്ചുങ്ങളാ, ചേട്ടത്തിയ, അനിയത്തിയ, ഉപ്പാപ്പന നോക്കുകയല്ല. ഇതാ നിന്റെ പ്രമാണം. ഇത് കൂടെ കൂടെ അങ്ങ് കളത്തുക. എൻ്റെ മോൾ ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പ് തന്നെ. എൻ്റെ മൂത്ത മോളെ ഓർക്കുമ്പോ ഓർക്കാതിരിക്കുന്ന നല്ലത്. നമുക്ക് എന്തുവാകാന്നോ? എടാ, ഉപദേശം പറയുമ്പോൾ അപ്പനൊന്ന് നോക്കരുത്, സഹോദരന്മാരൊന്ന് നോക്കരുത്, സ്വന്തം മക്കളൊന്നും നോക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. വചനം അവർ പ്രമാണിച്ചു. അതാ വിഷയം. വചനം പ്രമാണിച്ചു, നിന്റെ വചനം പ്രമാണിച്ചു, നിയമം കാത്തു. ഞാൻ വിസ്തരിക്കുന്നില്ല. നീ ഇത് കാത്താൽ ഇത് നിന്നെ കാക്കും. നീ ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. നീ ഇതിനെ ആലിംഗനം ചെയ്താൽ ഇത് നിന്നെ വഴി നടത്തും. ഇത് കാലിന് ദീപമാ, പാലയ്ക്ക് പ്രകാശമാ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. 1, അവൻ കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം. 2, ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. ഞാൻ വിവരിക്കുന്നില്ല, ദൈവം അനുവദിച്ചാൽ ഇതൊക്കെ പിന്നീട് നമുക്ക് ഈ ഏരിയ 2 യോഗം കൂടെ ഉണ്ടല്ലോ, ഒക്കുകയാണെങ്കിൽ ചിന്തിക്കാം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി ജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ജയിച്ചവന്റെ കൂടെ നിൽക്കുക. ജയിച്ചവൻ യേശു, എല്ലാത്തെയും ജയിച്ചവൻ.